വിഷ്ണു ഇങ്ങനെ ഫോൺ ചെയ്യാൻ എന്തിനാ പിന്നെ ഇങ്ങോട്ട് വന്നത്? ഒരു മിനിറ്റ് ചേട്ടാ, ഞാനിന്ന് ലീവാ, ഒന്ന് മനസ്സിലാക്കേ. ഞാൻ വിളിച്ചെന്നും പറഞ്ഞ് നീ ബുദ്ധിമുട്ടി അങ്ങോട്ടും വരണ്ട. അത് ഭീമ. എന്തോ ഇപ്പൊ നിന്റെ പ്രശ്നം? നീ ഇത് കേൾക്കണം. ഞങ്ങൾ എന്റെ റിലേഷൻ ആയിട്ട് 4 വർഷമായി. ഞങ്ങൾ കമ്മിറ്റഡ് ആയ ആദ്യത്തെ വർഷം ഇവന് എന്തിനും എന്നെ വേണമായിരുന്നു. 24 മണിക്കൂർ എന്നെ വിളിക്കണം, എല്ലായിടത്തും എന്നെ കൊണ്ടുപോകണം. ഇവനെന്നെ കാണാതിരിക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. 2ാമത്തെ വർഷമായപ്പോൾ ലെവല് കുറഞ്ഞു വന്നു. എല്ലാ ദിവസവും എന്നെ കാണാൻ വന്നോണ്ടിരുന്ന പിന്നെ ആഴ്ചയാക്കി വരക്കാം. 24 മണിക്കൂറും വിളിച്ചോണ്ടിരുന്നവൻ നൈറ്റ് മാത്രമായി വിളി. എന്നാലും സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ല. 3ാമത്തെ വർഷമായപ്പോൾ അവൻ എനിക്ക് തരുന്ന പ്രയോറിറ്റി ഫുള്ള് കുറഞ്ഞു. പിന്നെ ഫുള്ള് അവന് ജോലിക്ക് പോകണം, പണം സമ്പാദിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നു. പൈസ ഉണ്ടാക്കുന്ന നല്ലല്ലേ? നിങ്ങൾക്ക് 2 പേർക്ക് കൂടെ വേണ്ടിയിട്ടാ. ശരി, ഇതിപ്പോ 4ാമത്തെ വർഷമായി. അവൻ വിചാരിച്ച ജോലി അവന് കിട്ടി, അത്യാവശ്യം സാലറി ഉണ്ട്. പക്ഷെ എന്നോടുണ്ടായിരുന്ന പഴയ ഇഷ്ടം ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എടി, ഇതായിരുന്നു നിന്റെ പ്രശ്നം. നിനക്കത് തോന്നുന്നേ അവൻ ഇപ്പോഴും നിന്റെ അടുത്ത് പഴയ ഇഷ്ടമുണ്ട്. ഓ, അപ്പൊ നിന്നോട് പറഞ്ഞ ഞാൻ ആരായി? നീ ഇവന്റെ കൂട്ടുകാരനല്ലേ? ഇങ്ങനെ പറയത്തോളൂ. അവക്കിപ്പോ എന്ത് പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. പതിയെ മനസ്സിലായിക്കോളും.